പുണ്യത്തിന്റെയും ആഘോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഈദുൽ അദ്ഹ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നാം ഒരിക്കലും വിസ്മരിക്കാത്ത ഒരു വ്യക്തിത്വം ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഏൽപ്പിച്ച ദൗത്യം ഈ ഭൂമുഖത്ത് വിളംബരം ചെയ്യാൻ ഇറാഖിൽ നിന്നും മിസ്ർ വഴി ഷാമിലേക്കും അവിടെ നിന്നും വിശുദ്ധ മക്കയിലേക്കും തിരിച്ച് ഷാമിലേക്കുമുള്ള അദ്ദേഹത്തിന്റെ ദീർഘമായ യാത്രകൾ, അതുമൂലം നേരിടേണ്ടി വന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ക്ഷമയോടെ നേരിട്ട ആദർശധീരനായ യുവാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നും എക്കാലത്തേക്കും ഉത്തമമായ മാതൃകകൾ സമ്മാനിച്ച മഹോന്നത പ്രതിഭയും ദിഷണാശാലിയുമായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറാഖിൽ സ്വപിതാവിനെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന മകൻ, മക്കയിൽ സ്വപത്നി ഹാജറയും മകൻ ഇസ്മായിലുമോടൊത്ത് വിശുദ്ധ കഅബയുടെ പുനർനിർമ്മാണം നിർവഹിച്ച ഉത്തമ കുടുംബനാഥൻ, തന്റെ ആദർശവ്യാപനം ലക്ഷ്യമാക്കി ഷാമിലേക്കുള്ള പലായനം പൗത്രൻ യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയിലൂടെ വികസിച്ച ബനീ ഇസ്രായേലുകളുടെ ലോകവ്യാപനം ഒരു വ്യക്തിയിൽ നിന്നും തുടങ്ങി ഒടുവിൽ ഒരു വലിയ ജനസഞ്ചയമായി മാറിയ അതിന് സാക്ഷ്യം വഹിച്ച ഒരു മഹോന്നത വ്യക്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കമാ ഖാലല്ലാഹു ഫിൽ ഖുർആനിൽ അളീം, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു വ്യക്തി മാത്രമായിരുന്നില്ല, കാന ഉമ്മത്തൻ, അദ്ദേഹം ഒരു സമുദായമായിരുന്നു. അതിനെ സത്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള, സാക്ഷ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള അദ്ദേഹത്തിന്റെ മഹോന്നതമായ ആ ജീവിതം, അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന മാതൃകകൾ അത് വളരെ ഉത്തമമാണ്. എക്കാലത്തേക്കും അത് സ്ഥായിയായി നിലനിൽക്കുന്നതാകുന്നു. അതിനെ പിൻപറ്റി നാം ഉത്തമമായ ജീവിതം കെട്ടിപ്പടുത്തു പരലോക വിജയം നേടിയെടുക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഉണർത്തുന്നത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. അൽഹംദുലില്ലാഹ്.